ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കട്ട് ചെയ്താല് ഓഫീസിലേക്ക് വന്നതും എന്താ ഇത്ര ലേറ്റ് ആയത്, ഞാൻ പേടിച്ചു പോയി അറിയാമോ എന്ന് അവൻ ചോദിക്കും. ഇത് നോക്കിക്കുൻഹേ, ഞാനൊരു ലോയറാണ്, എല്ലാം ഫേസ് ചെയ്യാൻ പഠിക്കണമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറയാറ്. സോ എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവണ്ട, ഞാൻ അതൊക്കെ നോക്കിക്കോളാമെന്ന് അവള് പറയും. ഓക്കെ മാഡം, ഓക്കെ. ഇന്ന് നൈറ്റ് എനിക്കൊരു ഡിന്നർ പാർട്ടി ഉണ്ട്, ഞാൻ അവിടേക്ക് പോകും. സോ നിന്റെ കൂടെ ഡിന്നറിന് ഞാൻ ഇന്ന് ഉണ്ടാവില്ല, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്നറിയാം, അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറയും. ഇവളും ഓക്കെ ടേക്ക് കെയർ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. നെക്സ്റ്റ് ഹീറോയിനും നൈറ്റ് വീട്ടിലെത്തി. ഹീറോ ഇല്ലാത്തത് കൊണ്ട് കുറച്ച് അവൾക്ക് ബോർ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവന് ടെക്സ്റ്റ് ചെയ്തിട്ടേ നിങ്ങളുടെ റൂമിൽ നിന്ന് ബുക്ക് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവള് നേരെ അവന്റെ റൂമിലേക്ക് വന്ന് ബുക്ക് തരയുവാണ്. അങ്ങനെ തേടുന്നതിന്റെ ഇടയിൽ ഹീറോ പതുക്കി വെച്ചിരുന്നില്ല ഒരു ബുക്ക്, അത് ഇവളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞ് പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഹീറോയും വന്നു കഴിഞ്ഞു. വന്നതും അവളെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്തിട്ടേ ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. കുടിച്ചിരുന്നോ, സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്ന് അവള് ചോദിച്ചതും എന്നാ ശരി ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ റൂമിലേക്ക് വന്ന് നോക്കിയാൽ ആ ബുക്ക് കാണുന്നില്ല. എവിടെ പോയി, ഞാൻ ഇവിടെ തന്നെയാണല്ലോ വെച്ചെന്ന് പറഞ്ഞ് അവൻ തേടാൻ തുടങ്ങി. പിന്നാലെ ഹീറോയിന് വന്ന് എന്താ തിരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു ബുക്കാണ്, ഞാൻ തേടി കണ്ടുപിടിച്ചോളാം എന്ന് അവൻ പറയും. ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യട്ടെ എന്ന് ചോദിച്ച് അവള് വരാൻ നിന്നതും അയ്യോ വേണ്ട വേണ്ട, ഞാൻ തന്നെ തേടി കണ്ടുപിടിച്ചോളാം, അതത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ഒന്നുമല്ല, ഞാൻ തേടി കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് അവൻ എല്ലായിടത്തും തപ്പുന്നുണ്ട്. പക്ഷെ ഒരിടത്തും കാണുന്നില്ല. ഇവള് പോയി ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബേക്ക് ചെയ്തതാണ്, കഴിക്കെന്ന് പറഞ്ഞിട്ട് കുക്കീസ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ കഴിച്ചോളാം, അവിടെ വെച്ചേക്കെന്ന് അവൻ ആ ബുക്ക് തേടി കണ്ടുപിടിക്കാതെ അടങ്ങില്ലെന്നാ തോന്നുന്നത്. അപ്പോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ആഗ്രഹിച്ചുണ്ടാക്കിയത് ടേസ്റ്റ് ചെയ്ത് പോലും നോക്കാതെ നിങ്ങൾ ആ ബുക്കാണ് ഇമ്പോർട്ടന്റ് എന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേന്ന് അവള് ശോകത്തിൽ പറഞ്ഞതും അവൻ മെല്ലെ വന്ന് അവളെ കെട്ടിപ്പിടിച്ച് അങ്ങനെയല്ലേ യോയോ, അതൊരു കേസിന്റെ ബുക്കാണ്, അതിനൊക്കെ നീ ഇങ്ങനെ പിണങ്ങാമോ എന്ന് ചോദിച്ച് സമാധാനിപ്പിക്കുന്നുണ്ട്. ഹീറോയിനാണെങ്കിൽ ഇത് കേട്ട് സൈഡിലൂടെ ചിരിക്കുമായിരിക്കും. പെട്ടെന്ന് ഹീറോ ഇത് കണ്ട് അവളെ പിടിച്ചു നിർത്തി ഹേയ് നീയല്ലേ അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ, സത്യം പറയാന്ന് ചോദിക്കും. ഇല്ലല്ലോ, നിങ്ങൾ എന്താ പറയുന്നേ, എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് അവള് പറയും. സത്യം പറയൂ എന്ന് അവൻ ചോദിച്ചാലും ഇവള് മിണ്ടുന്നില്ല. എന്നാ ശരി ഞാൻ കോൾ ചെയ്ത് ആ ബുക്ക് പിന്നെയും ഓർഡർ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുത്തതും വേണ്ട വേണ്ട, ഇതാ ഈ ബുക്കല്ലേ നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ, എന്തിനാ ഇത് ഞാൻ കാണാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ, അല്ല എന്താ നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യം, അതൊക്കെ പോട്ടെ, എന്താ നിങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചു വെച്ചിരിക്കുന്നേ, അതൊന്ന് കാണിച്ചേ എന്ന് ചോദിച്ചാല് അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചോളാം, നിനക്ക് നിന്റെ ബോയ് ഫ്രണ്ടിനെ വിശ്വാസില്ല എന്ന് പറഞ്ഞിട്ട് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഇപ്പൊ നെക്സ്റ്റ് ഡേ ജിന്നിനെയാണ് കാണിക്കുന്നത്. ചെങ്ഷിക്ക് മെസ്സേജ് അയച്ചാല് റിപ്ലൈ ഇല്ല. ഉടനെ അവൻ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്ത ആപ്പ് വെച്ച് അവളുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നുണ്ട്. ഇനി ഡൊങ്ങിനെങ്ങാനും അവൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ലൊക്കേഷനും കണ്ടുപിടിച്ച് അവൻ അവിടെ എത്തുന്നുണ്ട്. അടുത്ത് വരുമ്പോ അവള് കാർന്ന സൗണ്ട് മാത്രമാണ് കേൾക്കുന്നത്. പെട്ടെന്ന് അവനൊരു കട്ടവടി എടുത്ത് ഓടി വന്ന് നിനക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മുമ്പിൽ കയറി നിൽക്കുവാണ്. നോക്കിയാല് അതിപ്പോ ആ ഒരു ആന്റി ആയിരിക്കും. അവളൊരു എലിയെ കണ്ട് പേടിച്ചിട്ടാണ് കാറിയത്, അല്ലാതെ ഒന്നും സംഭവിച്ചിട്ടല്ല. പെട്ടെന്ന് പിന്നെയും ആ എലി പുറത്തേക്ക് ഓടി വന്നതും ഇവനും പേടിച്ച് കാറിട്ട് ഓടുന്നുണ്ട്. കട്ട് ചെയ്താല് രണ്ടുപേരും നടന്നു വരുവാണ്. ജിൻ ഇപ്പോ അവളെ വളരെ കെയർ ചെയ്തൊക്കെ നോക്കുന്നുണ്ടല്ലോ, അത് നമ്മുടെ ചെങ്ഷിക്ക് ഒരുപാട് ഇഷ്ടമായി. സോ അവനെ നോക്കി നീ എന്നെ ഒരുപാട് കെയർ ചെയ്യുന്നില്ലേ, അതിനുവേണ്ടി നിന്നോട് ഒരു കാര്യം ഞാൻ പറയാൻ പോകുവാണെന്ന് പറഞ്ഞതും നിനക്ക് പറയല്ലേ, ഞാനിപ്പോ വളരെ നെർവസ് ആണ്, ഫസ്റ്റ് ഞാൻ പറയുന്നത് കേൾക്കെന്ന് പറഞ്ഞ് അവൻ അവന്റെ പാട്ടിന് വളവളാന്ന് സംസാരിക്കാൻ തുടങ്ങി. ഇവളും അവനെ നോക്കി ചിരിച്ചിട്ടേ നിന്നെ ലവ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോകുവാണെന്നാണ് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞിട്ട് പോകും. എന്ത് ചിന്തിക്കാമെന്നോ, ചെയ്യണം, ചെയ്തേ പറ്റൂ. ശരി നമ്മുടെ ഫസ്റ്റ് ഡേറ്റിന് ഏത് റെസ്റ്റോറന്റിൽ പോകാം, പറഞ്ഞു നോക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അവളുടെ പിന്നാലെ ഓടുന്നുണ്ട്. പിറ്റേ ദിവസം കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ട് നല്ല ഗെറ്റപ്പായിട്ട് ഹീറോയെ കാണാൻ വന്നിരിക്കുവാണ് സാറ്. എന്റെ അടുത്ത് ഒരു ഡിഫറെന്റ് ഉണ്ട്, അത് നിനക്ക് കണ്ടുപിടിച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് ഡിഫറെന്റോ, ആ അതെ അതെ, നിനക്ക് സുഖമില്ലല്ലേ, ഹോസ്പിറ്റലിൽ പോണോന്ന് ഹീറോ ചോദിക്കും. മണ്ട ശരിക്കും നോക്കടാ, ഞാൻ ഇന്ന് ടൈ ഇട്ടിട്ടുണ്ട്, ചെങ്ഷിയ വാങ്ങി തന്നെന്ന് അവൻ വളരെ സന്തോഷത്തിൽ പറഞ്ഞതും കണ്ടോ, ആവശ്യമില്ലാതെ നീ നിന്റെ ഫീലിങ്സും വർക്കും കൂട്ടിക്കൊണ്ട് വന്ന് എന്റെ വർക്കും കൂടി ഡിസ്റ്റർബ് ചെയ്യുവാണെന്ന് ഹീറോ പറയും. ഇത് കേട്ട് ജുന്നും നിന്നോടൊക്കെ ലവിനെ കുറിച്ച് പറഞ്ഞ് എന്നെ പറഞ്ഞാ മതിയല്ലോ, നീ സിംഗിൾ ആയിട്ട് ഇരുന്ന് ചാവത്തയുള്ളോടെന്ന് പറഞ്ഞ് ഹീറോയെ കളിയാക്കിയിട്ട് അവൻ ഇറങ്ങിപ്പോയി. ഇപ്പോ നൈറ്റ് വീട്ടിലാണ് കാണിക്കുന്നത്. ഹീറോ ബിസിനസ് ട്രിപ്പ് പോകുവാണെന്ന് പറഞ്ഞിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുവായിരിക്കും. ഇത്ര പെട്ടെന്ന് പോകുവാണെന്ന് ചോദിച്ച് ഹീറോയിനും വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉടനെ അവൻ അവളെ പിടിച്ച് ഹഗ് ചെയ്ത് അധികം വൈകത്തില്ല, വേഗം തന്നെ തിരികെ വരാമെന്ന് പറയും. എത്ര നേരത്തെ വരുമെന്ന് ചോദിച്ചാല് ഒരു 1 വീക്കിനുള്ളിൽ വരാമെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കും, നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം, ഇനി ഒരുപാട് മിസ് ചെയ്താല് വീഡിയോ കോൾ ചെയ്തൊക്കെ സംസാരിക്കണം കേട്ടോ എന്ന് ചോദിച്ചാല്
ഓക്കെ ശരി, അതൊക്കെ നമുക്ക് ചെയ്യാം. ഇപ്പോ നിന്റെ മുടി നനഞ്ഞിരിക്കുവല്ലേ, കോൾഡ് പിടിക്കുന്നതിന് മുമ്പ് വാ, ഞാൻ ഹെയർ ഡ്രൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ഹീറോ അവൾക്ക് റൊമാൻറ്റിക് ആയിട്ട് ഹെയർ ഡ്രൈ ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കട്ട് ചെയ്താലേ നെക്സ്റ്റ് ഡേ ഹീറോയും ബിസിനസ് ട്രിപ്പിന് വേണ്ടി എയർപോർട്ടിലാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടെ നമ്മുടെ ബൂവും ഉണ്ട്. അപ്പോ ഒരു പുതിയ ക്യാരക്ടർ വന്ന് ഇൻട്രൊഡ്യൂസ് ആകുന്നുണ്ട്. ഇവരുടെ കൂടെ ചേർന്ന് ഈ പെണ്ണു ഇനി കേസിന് വേണ്ടി വർക്ക് ചെയ്യാൻ പോകുവാണ്. ഇവളുടെ പേര് ഈരാൻ എന്നാണ്. ഇവളും വലിയ ലോയർ തന്നെയാണ്. സോ ബോർഡിങ്ങിന് ഇനിയും 35 മിനിറ്റ് ബാക്കിയുണ്ട്. അതുവരെ നമ്മൾ എന്തിനു വെയിറ്റ് ചെയ്യണം? കേസിനെ കുറിച്ച് കുറച്ചെങ്കിലും ഡിസ്കസ് ചെയ്യാം ബാ എന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ഇവളെ കണ്ട ബൂവും ബോസേ നിങ്ങളുടെ ഫീമെയിൽ വേർഷൻ പോലെ തന്നെയുണ്ടെന്ന് പറഞ്ഞ് അവന്റെ ചെവിയിൽ പിറുപിറുക്കുന്നുണ്ട്. മിണ്ടാതെ കൂടെ പാട എന്ന് പറഞ്ഞിട്ട് ഹീറോയും അവനെ കൂട്ടിക്കൊണ്ടു പോകുവാണ്. ഇപ്പൊ കട്ട് ചെയ്താല് രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ബൂ ആണെങ്കിൽ ഇവരറിയാതെ ഇവര് രണ്ടുപേരെയും ഫോട്ടോ എടുത്ത് ഇവർക്ക് 4 പേർക്കും ചേർന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിൽ സെൻഡ് ചെയ്ത് വിടുവാണ്. ഇവിടെ ഇവര് രണ്ടുപേരും ഇതൊന്നും അറിയാതെ കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ജുന്ന ഹീറോയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. നിന്റെ റോക്കറ്റ് ലവിന് എന്റെ വിഷസ് എന്ന് പറഞ്ഞ്. ഹീറോയ്ക്ക് കണ്ടത് മനസ്സിലായി ബൂ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന്. അവനെ ഒന്ന് തുറപ്പിച്ചു നോക്കിയതും ഇവനെ ഒന്നറിയാത്ത പോലെ ഇളിച്ചുകൊണ്ട് നോക്കിയിരിക്കുമായിരിക്കും. ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അടങ്ങിയിരിക്കട്ടെ എന്ന് പറഞ്ഞ് വഴക്ക് പറയാണ്. അതേസമയം ഇവിടെ ഹീറോയിനും അവളുടെ ക്ലയന്റിനെ കൂട്ടി കോർട്ടിലേക്ക് വരുവാണ്. അപ്പൊ ലാനും അവിടെ ഉണ്ടാകും. അയാൾ ഇവരെ കണ്ടതും നീ കേസ് പിൻവലിക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ നീ തന്നെ ആയിരിക്കും ഒരുപാട് കഷ്ടപ്പെടാൻ പോകുന്നതെന്ന് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പോകുവാണ്. നിങ്ങൾ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, നമ്മുടെ കയ്യിൽ ആവശ്യത്തിനുള്ള എവിഡൻസ് ഉണ്ട്, സോ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവളും കൂട്ടിക്കൊണ്ടു പോകുവാണ്. ഉള്ളിലേക്ക് വന്ന് നോക്കിയാല് ആ ഡൊങ്മിനാണ് ആ ലാനിന്റെ ലോയർ ആയിട്ട് വന്നിരിക്കുന്നത്. അവനെ കണ്ടത് ഹീറോയിന്റെ മുഖമാകെ മാറുന്നുണ്ട്. ഇപ്പോ കേസും സ്റ്റാർട്ടായി അവരവരുടെ ഭാഗത്തുള്ള എവിഡൻസ് സബ്മിറ്റ് ചെയ്യുന്നുണ്ട്. നോക്കിയാല് ഈ പെണ്ണിന് പ്രഗ്നന്റ് ആകാനുള്ള കഴിവില്ല, ആ കുട്ടിക്കും ക്യൂർ ആകാത്ത ഡിസീസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവരെന്തോ കള്ള എവിഡൻസ് കൊണ്ടുവന്ന് കൊടുത്തിരിക്കുവാണ്. ഈ പെണ്ണിന്റെ ഇതൊന്നും കേട്ടിട്ട് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ചെടുക്കുന്നുണ്ട്. ഈ എവിഡൻസ് കള്ളമാണെന്ന് പറഞ്ഞിട്ട് അതൊക്കെ കീറിക്കളയുവാണ്. ഇങ്ങനെയൊന്നും കോർട്ടിൽ വന്ന് ബിഹേവ് ചെയ്യാൻ പാടില്ലെന്ന് ജഡ്ജി പറഞ്ഞതും ഇവർക്കാകെ എന്തോ പോലെ ആകുന്നുണ്ട്. ശരി സോറി മാഡം, ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, എനിക്ക് ഇപ്പോ തന്നെ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടുവാണ്. ഇവിടെ ആ ഡൊങ്മിനും ആ ലാനും ഇതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ട് നോക്കിയിരിക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന ഹീറോയിനും ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, എന്റെ ക്ലയന്റ് വളരെ വീക്കാണ്, നെക്സ്റ്റ് ടൈം നല്ലൊരു എവിഡൻസുമായിട്ട് തിരികെ വരാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനും പോകുവാണ്. ഇപ്പോ വീട്ടിലേക്ക് വന്ന അവളും അവര് പറഞ്ഞ ഡിസീസിന്റെ നെയിം വെച്ച് സെർച്ച് ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. അതേസമയം ഇവിടെ ഹീറോ ആണെങ്കിൽ ഫ്രീ ആയതും ഹീറോയിനെ കോൾ ചെയ്യുവാണ്. പക്ഷെ കോള് പോകുന്നില്ല. പെട്ടെന്ന് അവൻ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഡിവൈസ് ഓൺ ചെയ്യുന്നുണ്ട്. അതിൽ നോക്കുമ്പോൾ നമ്മുടെ ഹീറോയിനെ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ഇത് ഹീറോയിൻ തന്നെയാണ് അവന് ചെയ്ത് കൊടുത്തതെന്നാ തോന്നുന്നത്. അങ്ങനെ അവൻ അതിലൂടെ നോക്കുമ്പോൾ ഹീറോയിന് ആരെയോ കോള് ചെയ്ത് ഇതേപോലെ രണ്ടുപേരും ഒരു റൂമിൽ താമസിച്ചാല് ഇങ്ങനെയുള്ള ഡിസീസ് വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട ഹീറോയും നീ എന്താ ചെയ്യുന്ന യൂയോ ഒന്ന് ഒച്ചയെടുക്കുന്നുണ്ട്. ഇത് കേട്ട് ഇവളും ഓ നിങ്ങൾ എന്നെ പേടിപ്പിച്ചു, എന്താ ഇപ്പോ പെട്ടെന്ന് ചോദിക്കുവാണ്. ഞാൻ എന്താ പേടിപ്പിച്ചത്, ഞാൻ അറിയാതെ നീ എന്തൊക്കെയാ ചെയ്യുന്നെന്ന് ചോദിച്ചതും ഞാൻ എന്താ ചെയ്തതെന്ന് അവളും ചോദിക്കും. ഒരു ഫോട്ടോ അയച്ചെന്ന് പറഞ്ഞ് നീ അതെല്ലാം വിശ്വസിക്കോ? അത് കൂടെ വർക്ക് ചെയ്യുന്ന പെണ്ണല്ലേ, ആ പെണ്ണ് വരുമെന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നീ തെറ്റിദ്ധരിക്കരുതെന്ന് പറഞ്ഞതും എന്ത് ഫോട്ടോ, ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ എടുത്തു നോക്കാൻ പോയാല് വേണ്ട വേണ്ട അത് വിട്, ആക്ച്വലി എന്റെ കൂടെ ഒരു ഫീമെയിൽ ലോയറും കൂടി ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലാതെ വേറൊന്നുമില്ല. സപ്പോസ് നിനക്ക് എന്നോട് ഡൗട്ട് ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്നോട് തന്നെ ചോദിക്കണം, നീ തന്നെ അത് ഇതും ചിന്തിക്കാൻ പാടില്ലെന്ന് പറഞ്ഞതും ഇവളിത് കേട്ട് ചിരിച്ചുകൊണ്ട് നോക്കുന്നുണ്ട്. എന്നെ ഡൗട്ട് അടിക്കാനേ പാടില്ല, നീ എന്താ കരുതിയതെന്ന് ചോദിച്ചതും അവള് ചിരിക്കുന്നുണ്ടോ ഒന്നും മിണ്ടുന്നില്ല. നീ എന്തിനാ ഇപ്പൊ ചിരിക്കുന്നതെന്ന് ചോദിച്ചാല് നിനക്ക് വെയിറ്റ് ചെയ്ത് ഞാൻ വീഡിയോ കോൾ വരാമെന്ന് പറഞ്ഞ് ഡയറക്റ്റ് വീഡിയോ കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയും ടെൻഷൻ എന്ന് ചോദിക്കും. എല്ലാം നിന്നോടുള്ള സ്നേഹമാണെന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും ജോളിയായിട്ട് വീഡിയോ കോൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അതേസമയം ഇവിടെ ലാനും ഡൊങ്മിനും മീറ്റ് ചെയ്യുന്നുണ്ട്. ആ ലാൻ ആണെങ്കിൽ വെറുതെ പിറുപിറുക്കുന്നുണ്ട്. ആ യു ഇൻവെസ്റ്റിഗേഷൻ നിർത്തുന്നതേ ഇല്ല. ഇനി എന്തെങ്കിലും അവർ കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് പേടി. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, അതിനല്ലേ ഞാനുള്ളതെന്ന് ഡൊങ്മിനും. ശരിയാണ് നീയുണ്ട്, പക്ഷെ ആ യു കുറച്ച് ഷാർപ്പാണ്. പുറകിൽ നിന്ന് ക്യുൻഹി അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നാണ് പേടി. അവൻ ഇറങ്ങിയാല് നമ്മൾ എല്ലാവരും പെടുമെന്ന് പറഞ്ഞതും ക്യുൻഹയെ കണ്ട് പേടിക്കുമെന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നത്? നിനക്ക് ഞാൻ പ്രോമിസ് തരാം, നമ്മളാണ് ഈ കേസ് വിൻ ചെയ്യാൻ പോകുന്നത്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ആ ഡൊങ്മിൻ അയാൾക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ചെറിയ ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. എന്നാലാണ് ഞങ്ങൾ ഇനി അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും മറ്റു ചാനൽസും ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വേഗം തന്നെ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.